അതുകൊണ്ടുള്ള അതിശക്തമായ വിരോധവും വൈരാഗ്യവും വിദ്വേഷവും കുടിപ്പകയും. ഇത് പറയുന്നത് ആരാണ്? അതിജീവിതയാണ്. കോടതി പറയുന്നു, പോലീസിനോട് പറയുന്നു, രഹസ്യമൊഴി പറയുന്നു. അവരങ്ങനെ വിദ്വേഷമുണ്ടായി എന്ന് പറയുമ്പോൾ അത് കോടതി അവിശ്വസിക്കേണ്ട യാതൊരു കാരണവുമില്ല. കാരണം 8ാം പ്രതിയോട് അതിജീവിക്ക് യാതൊരു വിരോധവുമില്ല അങ്ങനെ ഒരു കള്ളക്കേസിൽ കൊടുക്കാൻ. പക്ഷേ വിധി വന്ന അന്ന് 8ാം പ്രതി പറഞ്ഞത് അതിജീവിത കള്ളക്കേസിൽ കുടുക്കിയെന്നല്ല, കേരളത്തിലെ ക്രിമിനൽ പോലീസുകാർ എന്നെ ഒരു കള്ളക്കേസിൽ കുടുക്കിയെന്നാണ്. അങ്ങനൊരു കേസ് വിചാരണ വേളയിൽ പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ കേസിൽ വിധി വന്ന ഉടനെ 8ാം പ്രതിയുടെ അഭിഭാഷക സമൂഹം പറഞ്ഞത് ഒരു തെളിവുമില്ലാത്ത കേസാണ്, ഒരു തെളിവും ഇതിലില്ല. അങ്ങനെയാണെങ്കിൽ ഈ കേസിന്റെ പ്രഥമ വിവര റിപ്പോർട്ട് 8ാം പ്രതിയുടെ പേര് ചേർത്തത് ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി പോയിരുന്നു. ഹൈക്കോടതി അത് തള്ളി. പിന്നീട് സുപ്രീം കോടതി പോയതായി അറിവില്ല. ഇനി ഈ തുടരന്വേഷണത്തിന്റെ ഭാഗമായി 8ാം പ്രതിയെ പ്രതിപ്പട്ടികയിൽ ചേർത്ത് സപ്ലിമെന്ററി കുറ്റപത്രം ബോധിപ്പിച്ചപ്പോൾ എന്തേ ഒരു തെളിവില്ലാത്ത കേസിൽ കേരളത്തിലെ ഒരു പ്രമുഖ നടൻ, വളരെ ഒരു സെലിബ്രിറ്റി, ഒരു വളരെ അധികം VIP ആയി പരിഗണിക്കുന്ന ഒരു വ്യക്തിയെ കള്ളക്കേസിൽ കൊടുക്കിയതിനെ എന്തേ ചോദ്യം ചെയ്യാതിരുന്നത്?